Welcome you all for our next class from the chapter Indian Contract. In last class we had discussed about what is contract, what all are the essential elements of Indian contract. Okay. Now there is a statement that all contracts are agreement but all agreements are not contract. എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. Section 2H of the Indian Contract Act defines that a contract as an agreement enforceable by law. When we analyze this definition, we find that a contract has two distinct parts. First of all, there must be an agreement. Secondly, such an agreement must be enforceable by law. Hence, an agreement in order to be a contract must satisfy certain conditions which are the essential elements of a contract. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 2H ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം, അതിനോടൊപ്പം തന്നെ ആ എഗ്രിമെൻറ്റ് ലോ പ്രകാരം എൻഫോഴ്സബിൾ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡെഫിനേഷനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടാണുള്ളത്. ഒരെണ്ണം പറയുന്നത് അത് there must be an agreement, another one that agreement must be enforceable by law. Okay. A contract is an agreement creating and defining obligations between parties. ഈ എഗ്രിമെൻറ്റ് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് തമ്മിൽ അവർ തമ്മിലുള്ള ഒബ്ലിഗേഷൻസ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എഗ്രിമെൻറ്റിൽ ഡിഫൈൻ ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ഹോൾ ലോ ഓഫ് എഗ്രിമെൻറ്റ്സ്. പക്ഷേ എഗ്രിമെൻറ്റിൻ്റെ കേസിൽ എഗ്രിമെൻ്റ് നിയമത്തിൽ അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. So, only such agreements which are enforceable by law are contracts. According to John Salmond, contract is an agreement creating and defining obligations between parties. John Salmond അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ കോൺട്രാക്റ്റ് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ആണ്, അതിൽ കറക്റ്റായിട്ട് പാർട്ടീസ് തമ്മിലുള്ള ഒബ്ലിഗേഷൻ മീൻസ് ഓരോരുത്തർക്കുള്ള എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആ എഗ്രിമെൻറ്റിൽ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. Okay, so legal obligation is understood as a legal tie which imposes upon a person or person the necessity of doing or abstaining from doing a definite act or act. ലീഗൽ ഒബ്ലിഗേഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ പേഴ്സണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ അവർ തമ്മിലുള്ള ലീഗൽ ടൈ എന്താണെന്നുള്ളത്, അതിൽ അവർ എന്തെല്ലാം ചെയ്യണം, നെസസിറ്റി ഓഫ് ഡൂയിങ് സംതിങ് എന്ത് ചെയ്യണമെന്നും ഓർ അബ്സ്റ്റെയിനിങ് എന്ത് ചെയ്യരുത് എന്നുമുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇൻ ദി റോമൻ ലോ ഇറ്റ് ഈസ് നോൺ ആസ് വിൻകുലം ജൂറീസ്. അറ്റ്ലീസ്റ്റ് 2 persons are required for a contract and the agreement must be such as is enforceable by law and the agreement which give a right as to social or moral obligation is not a contract. So 2 persons കോൺട്രാക്റ്റിൽ ഉണ്ട്. അപ്പോൾ ആ എഗ്രിമെൻ്റ് എന്താണ് എന്നുള്ളത് എൻഫോഴ്സബിൾ ബൈ ലോ ആണ്. ആൻഡ് ആ എഗ്രിമെൻറ്റ് സോഷ്യൽ ഓർ മോറൽ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാനുള്ള റൈറ്റ്സ് ആണ്. ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്റ്റ്. നെക്സ്റ്റ് ഹെഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. വാലിഡിറ്റി പ്രകാരം, ഫോർമേഷൻ പ്രകാരം, പെർഫോമൻസ് പ്രകാരം കോൺട്രാക്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാലിഡിറ്റി പ്രകാരം അല്ലെങ്കിൽ എൻഫോഴ്സിബിലിറ്റി പ്രകാരം കോൺട്രാക്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡ് എഗ്രിമെൻറ്റ്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്ട്. ഓൺ ദ സെയിം വേ ഫോർമേഷൻ അതിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്നത് എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ആൻഡ് കോസി കോൺട്രാക്ട്. ആൻഡ് ഓൺ ദ ബേസ് ഓഫ് പെർഫോമൻസ് ദാറ്റ് ഈസ് യൂണിലാറ്ററൽ, bilateral, then executed and executory contracts. Let's see what is classified, okay, why how contracts can be classified according to the validity. Okay, first one, valid contract. എഗ്രിമെൻറ്റ് ലോ പ്രകാരം എൻഫോഴ്സബിൾ ആണെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. സോ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആകണമെങ്കിൽ കോൺട്രാക്റ്റിൽ പറയുന്ന എല്ലാ എസെൻഷ്യൽ എലിമെൻറ്റ്സും അതിൽ ഫുൾഫിൽ ചെയ്യണം. അതിലേതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിളോ വോയിഡോ ഇല്ലീഗലോ അൺഎൻഫോഴ്സബിളോ ആവും. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബജാജ് സ്കൂട്ടർ ബിക്ക് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ചുമ്മാ സെയിൽ ചെയ്യല്ല, ആ ഒരു സ്കൂട്ടറിൻ്റെ ഒരു വിലയായിട്ട് 36,000 രൂപയും എ കണക്കാക്കുന്നു.
സോ ബി ആ 36,000 രൂപക്ക് ആ ഒരു ബജാജ് സ്കൂട്ടർ വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ വാലിഡ് കോൺട്രാക്ട്. അവിടെ എന്താണ് വിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും കറക്റ്റ് ഒരു ഐഡിയ ഉണ്ട്, എത്ര രൂപക്ക് കൺസിഡറേഷൻ എന്താണെന്നുള്ളതുമുണ്ട്. അത് ബി മൻസാല സംബന്ധിച്ചതായിട്ടുമുള്ള ഒരു ഫോർമേഷൻ ഇതുണ്ട്. സോ അതിനെയാണ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, വോയിഡ് കോൺട്രാക്റ്റ്. വോയിഡ്, ലിറ്ററലി വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ബൈൻഡിങ് ഇൻ ലോയിൽ അത് എന്താ പറയുക, ഇല്ല, നിയമപ്രകാരം അതിന് വോയിസ് ഇല്ല. സോ വോയിഡ് കോൺട്രാക്ട് ഇംപ്ലൈസ് എ യൂസ്ലെസ് കോൺട്രാക്ട് വിച്ച് ഹാസ് നോ ലീഗൽ എഫക്റ്റ് അറ്റ് ഓൾ, ഇറ്റ് ഈസ് എ നള്ളിറ്റി. അത് ഒന്നുമില്ല, അതിനൊരു ലീഗൽ വ്യൂ പോയിൻ്റ് അതിന് യാതൊന്നും, അതൊരു യൂസ്ലെസ് കോൺട്രാക്റ്റാണ്. സോ സെക്ഷൻ 2I ഡിഫൈൻസ് a contract which ceases to be enforceable by law becomes void when it ceases to be enforceable. ഒരു കോൺട്രാക്റ്റ് പ്രകാരം ഈ കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്യും, enforceable by law becomes void ആണ് when it ceases to be enforceable. In other words, void contract is a contract which was valid when entered into but which subsequently become void due to impossibility of performance, change of law or some other reason. കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്, പക്ഷേ സബ്സിക്വൻ്റ്ലി അതിൻ്റെ പെർഫോമൻസ് ടൈം ആകുമ്പോഴേക്കും അത് ചില ഇമ്പോസിബിലിറ്റി കാണുകയാണ്, നിയമം മാറുകയാണ്, അതല്ലെങ്കിൽ വേറെ ചില റീസൺസ്. ഫോർ എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ കോൺട്രാക്ട് ബിറ്റ്വീൻ എ സിറ്റിസൺ ഓഫ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ഈസ് എ വാലിഡ് കോൺട്രാക്ട് ഡ്യൂറിങ് പീസ്, ബട്ട് ഇഫ് വാർ ബ്രേക്സ് ഔട്ട് ബിറ്റ്വീൻ ടു കൺട്രീസ് ദ എഗ്രിമെൻറ്റ് വിൽ ബിക്കം വോയിഡ്. ഈ കോൺട്രാക്റ്റിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു. തുടങ്ങുന്ന ടൈമിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരുന്നു, കാരണം പീസ്ഫുൾ ടൈം ആയിരുന്നു. പക്ഷെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർ തമ്മിൽ ഒരു അലൈൻ ഫ്രണ്ട് അലൈൻ എനിമിയായി, ശത്രുക്കളായി മാറുന്നൊരു രീതി വന്നപ്പോൾ ആ എഗ്രിമെൻറ്റ് ഓട്ടോമാറ്റിക്കലി വോയിഡ്, നള്ളിട്ട് അതൊരു യൂസ്ലെസ് കോൺട്രാക്റ്റ് ആയിട്ട് മാറി. തേർഡ് വൺ, വോയിഡ് എഗ്രിമെൻ്റ് ആണ്. According to section 2G of Contract Act, an agreement not enforceable by law is said to be void. Void agreement is void ab initio, which means that they are unenforceable right from the time they are made. That is, for example, for this void agreement is agreement with a minor or a person of a sound mind is void ab initio, because a minor person or a person of unsound mind is incompetent to contract. ഒരു അൺസൗണ്ട് മൈൻഡായിട്ടുള്ള ആളിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മൈനറോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ വെച്ചിട്ടോ ഉള്ള എഗ്രിമെൻറ്റ് തുടക്കം തൊട്ടിട്ട് തന്നെ എന്താവും, വോയിഡ് അബ് ഇനീഷ്യോ ആവും. അനദർ വൺ, വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. According to section 2I of the Indian Contract Act, an agreement which is enforceable by law at the option of one or more of the parties thereto, but not at the option of other or others, is a voidable contract. Okay, ഈ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ at the option of one or more parties to, നിയമപ്രകാരം ആ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ആവുന്നത് ആ ഒരു ഇതിൽ വരുന്ന പാർട്ടീസിൻ്റെ ഓപ്ഷനാണ്, അവരുടെ ചോയ്സാണ്. അതിനെ വാലിഡ് കോൺട്രാക്റ്റ് ആക്കി മാറ്റണോ അതോ വോയിഡബിൾ കോൺട്രാക്റ്റ് ആക്കി മാറ്റണോ എന്നുള്ളത്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്, ആളുകളുടെ സമ്മതപ്രകാരമായിരിക്കും. ഫോർ എക്സാമ്പിൾ, അവരവരുടെ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അതായത് ഈ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ അവരെ ത്രെട്ടൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ബൈ, ഒരു കൊയേഷൻ ബൈ, അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റീസ് വഴിയോ ഒരാളെ ഒരു ഡീലിന് എൻ്റർ ചെയ്യിച്ചതായിരിക്കും. പക്ഷേ അയാൾക്കൊരു ടോക്കിംഗ് ടൈം, അയാൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിട്ട് മാറി, വോയിഡ് ആവും. പക്ഷേ ത്രെട്ടൻ ചെയ്ത് ആ ഒരു ഡീല് സ്റ്റാർട്ടഡ് ആയി കഴിഞ്ഞിട്ട് അയാൾക്ക് പിന്നീട് അതിനെതിരെ പറയാനുള്ളൊരു ചങ്കൂറ്റം ഇല്ലെങ്കിൽ അതെന്തായിട്ട് മാറും, വാലിഡ് കോൺട്രാക്റ്റ് ആവും. കാരണം ഇതൊരു ഫ്രോഡ് വർക്കായിരുന്നു, ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ആയിരുന്നു എന്നുള്ളത് പുറം ലോകം അറിയാതെ ആവുമ്പോൾ അത് എന്തായിട്ട് മാറും, ഇറ്റ് ഷുഡ് ബി എ വാലിഡ് എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എ ത്രെട്ടൻസ് ടു ഷൂട്ട് ബി ഇഫ് ഹി ഡസൻറ്റ് സെൽ ഹിസ് മാരുതി കാർ ടു എ ഫോർ ₹1 lakh. 1 ലക്ഷത്തിന് എക്ക് ബി അദ്ദേഹത്തിന് മാരുതി കാർ കൊടുത്തിട്ടില്ലെങ്കിൽ ബീനെ ഷൂട്ട് ചെയ്യും എന്നുള്ളത് എ ത്രെട്ടൻ ചെയ്യാണ്. ഈ കോൺട്രാക്ട് ഹാസ് ബീൻ ബ്രോട്ട് അബൌട്ട് ബൈ കൊയേഷൻ ആൻഡ് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബി. ഇത് കൊയേഷൻ വഴിയാണ്, ത്രെട്ടൻ ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ കാറ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബിയുടെ ഓപ്ഷനാണ് ആ കാറ് അയാൾക്ക് വിൽക്കണോ അതോ
ഇത് പോലീസിനെ അറിയിച്ചിട്ടോ കോർട്ടിനെ അറിയിച്ചിട്ടോ ബന്ധുക്കളെ അറിയിച്ചിട്ടോ ഇത് ഇയാൾ എന്നെക്കൊണ്ട് മനഃപൂർവ്വം എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ആ ഒരു കോൺട്രാക്റ്റിനെ വോയിഡബിൾ ആക്കുന്നത് ആരുടെ ഓപ്ഷനാണ്? ബിയുടെ ഓപ്ഷനാണ്. അതിന് പകരം ബി ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അത് വിൽക്കാൻ കൊടുക്കുകയാണെങ്കിൽ that agreement becomes a valid contract. Okay. Another one, unenforceable contract. It is a contract which is valid in itself but not capable of being enforced in a court of law because of some technical defects such as absence of writing, registration, requisite stamp, etc. or time barred by the law of limitation. Such contract will not be enforced by the court until and unless the defect is rectified. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണ്, പക്ഷേ കോർട്ടിൻ്റെ മുൻപിൽ എത്തുമ്പോൾ ചില ടെക്നിക്കൽ ഡിഫക്ട്സ് വരികയാണ്. രജിസ്ട്രേഷൻ സ്റ്റാമ്പ് പേപ്പർ കറക്റ്റായിട്ട് വെച്ചില്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചില്ല, രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ഇത് എന്തായിട്ട് പോകും? ആ ഒരു ഡീലിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കോർട്ടിൻ്റെ മുൻപിലേക്ക് ചെന്നിട്ട് കാര്യമില്ല. An oral arbitration agreement is unenforceable because the law requires an arbitration agreement to be in writing. The defect in understamping can be removed by affixing further stamps for the difference in value. See, ഒരു ഓറൽ ആർബിട്രേഷൻ എഗ്രിമെൻറ്റ്, ഒരു തർക്കം, അത് ഓറൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീലാണെങ്കിൽ, എഗ്രിമെൻ്റ് ആണെങ്കിൽ അത് കോർട്ടിൽ അൺഎൻഫോഴ്സബിൾ ആണ്. ആർബിട്രേഷൻ എഗ്രിമെൻറ്റ് എപ്പോഴും എന്ത് ചെയ്യണം? റൈറ്റിംഗ്, എഴുതിയിട്ടുള്ളതായിരിക്കണം. ഓക്കെ. അതേപോലെ സ്റ്റാമ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഫർദർ സ്റ്റാമ്പ് വെച്ച് അതിൻ്റെ ഒരു ഡിഫക്ട്സ് അവോയ്ഡ് ചെയ്യണം. അനദർ വൺ, illegal or unlawful contracts. Illegal contracts are those which are prohibited by law or otherwise against the policy of law. Generally, the term legal agreement is used in place of illegal contract. So, an illegal agreement is one which is against the public policy or immoral or criminal in nature. An illegal agreement is void ab initio, that is void from the very beginning. Thus, an agreement to commit under or assault or robbery would be illegal and void ab initio. ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു ഇമ്മോറൽ ആയിട്ടുള്ള, ഒരു ക്രിമിനൽ നാച്ചറുള്ള, ഒരു പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു ഇവൻറ്റിലേക്ക് രണ്ട് പാർട്ടീസോ രണ്ടിൽ കൂടുതൽ ആളുകളോ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ അത് എന്തായാലും എന്താണ്? തുടക്കം തൊട്ട് തന്നെ വോയിഡ് അബ് ഇനീഷ്യോ ആണ്. വോയിഡ് അബ് ഇനീഷ്യോ പറഞ്ഞാൽ എന്താണ്? ഫ്രം ദി എഗ്രിമെൻറ്റ് മെയ്ഡ് ദി ഇനീഷ്യൽ സ്റ്റേജ്, തുടക്കത്തിൽ തന്നെ അത് എന്തായിട്ട് മാറും? വോയിഡ് അബ് ഇനീഷ്യോ ആയിട്ട് മാറും. സോ കാരണം എന്താണ്? ഒരാളെ കൊല്ലാനുള്ള ഗൂഢാലോചന, അതല്ലെങ്കിൽ കവർച്ച, അതൊന്നും എന്തല്ല? മോറൽ, ഇറ്റ്സ് എഗെയിൻസ്റ്റ് മോറൽ പോളിസിയാണ്, അല്ലേ? നമ്മുടെ പബ്ലിക്കിനെതിരായിട്ട് ചെയ്യുന്നതാണ്. അതെന്താണ്? ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് തുടക്കത്തിൽ തന്നെ എന്താവും? വോയിഡ് അബ് ഇനീഷ്യോ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഫോർമേഷൻ ആണ് എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ആൻഡ് കോസി കോൺട്രാക്ട്. എക്സ്പ്രസ് കോൺട്രാക്ട് പറഞ്ഞാൽ നമ്മൾ വേർഡ്സ് വഴിയോ സ്പോക്കൺ വേർഡ്സോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടോ നമ്മളുടെ കോൺട്രാക്റ്റ് എൻട്രി ചെയ്യാണ് പാർട്ടീസ് തമ്മിൽ, അതാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. ഫോർ എക്സാമ്പിൾ, എ ബീനെ വിളിച്ചിട്ട് തൻ്റെ കമ്പ്യൂട്ടർ ഒരു 15,000 രൂപയ്ക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞു. ബി അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്ട് എന്താണ്? എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. ബിക്കോസ് ദ കോൺട്രാക്ട് ഹാസ് ബീൻ ഡൺ ത്രൂ സ്പോക്കൺ വേർഡ്സ് ത്രൂ ടെലിഫോൺ. ഓക്കെ, ദാറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ബിറ്റ്വീൻ ദി ടു പാർട്ടീസ്. Another one, implied contracts ആണ്. ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് മീൻസ് നമ്മളുടെ ആക്ട് പറഞ്ഞ ആക്ഷൻ, നിങ്ങൾ സിനിമയിൽ കണ്ടില്ലേ, മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അവരൊക്കെ ആക്ട് ചെയ്യുന്നത്. സോ പ്രവർത്തിക്കുക. സോ നമ്മുടെ ആക്ഷന് എന്താണ്? നമ്മളുടെ വേർഡ്സ് ഒന്നും വേണ്ട, റിട്ടൺ വേർഡ്സോ സ്പോക്കൺ വേർഡ്സോ ഒന്നും ഇല്ലാണ്ട് നമ്മളുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക പെർഫോമൻസ് വഴി നമ്മളത് പൂർത്തീകരിക്കുകയാണ്. ഓരോ ആക്ഷൻ, ഓരോ വർക്കുകൾ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ബി ഒരു ബസ്സിൽ കയറിയിരുന്നു. ആ ബസ് കാലിക്കറ്റ് ടു തൃശ്ശൂർ പോണ ബസ്സാണ്. ആ ബസ്സിൽ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർക്ക് അതിന് വരുന്ന ചാർജ് കൊടുക്കാൻ അദ്ദേഹം എന്താണ്? നിർബന്ധിതനാണ്. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? ഒരു കോൺട്രാക്റ്റിൽ എഴുതി ഇതാക്കൊന്നും വേണ്ട, ഞാൻ ഈ ബസ്സിൽ ഇങ്ങനെ പോകുന്ന ആളാണ്, അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു ഡീലിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പെർഫോമൻസിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. തേർഡ് വൺ, കോസി കോൺട്രാക്റ്റ് ആണ്. അതൊരു കോൺട്രാക്റ്റ് അല്ല, ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ എ ലോ. നിയമപ്രകാരം അതിൽ ദർ ഇസ് നോ ഇൻറ്റൻഷൻ വൺ എയ്തർ സൈഡ് ടു മേക്ക് എ കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് ഈസ് ഓൾസോ നോൺ ആസ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് രണ്ടുപേർ തമ്മിൽ മുൻവിധിയോട് കൂടിയോ ഒരു മുൻധാരണയോട് കൂടിയോ എൻഗേജ്ഡ് ആവണതല്ല, അത് കൺസ്ട്രക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻപിലെ സാധനം കിട്ടുകയാണെങ്കിൽ അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ ആരുടെയാണോ അയാളുടെ വല്ല ഐഡൻറ്റിറ്റിയും ആ ഒരു ബാഗിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അയാളെ തിരിച്ചേൽപ്പിക്കേണ്ടത് നമ്മളുടെ അവകാശമാണ്. അല്ലാതെ നമ്മളത് സ്വന്തമായിട്ട് കൊണ്ട് നടക്കുകയല്ല, അല്ലേ? നമ്മൾ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് പറയൂലേ. സോ അത് ആരുടെയാണ്? അപ്പോൾ കൺസ്ട്രക്റ്റീവാണ്. അത് ആരുടെയാണോ അത് അയാൾക്ക് എത്തിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു പെർഫോമൻസ് ആണ്. പെർഫോമൻസിൽ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. A contract is said to be executed when both the parties to the contract have fulfilled their respective obligation and nothing remains to be done by either party. Executed contract പറഞ്ഞാൽ ബി എക്ക് ഒരു വാച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഫോർ ₹1500. എ ആ പ്രൈസ് ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബി വാച്ച് സെയിൽ ചെയ്യുകയും ചെയ്തു. എ ആ വാച്ചിന് മറുപടി ആയിട്ടുള്ള റുപ്പീസും കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ട് പാർട്ടീസും എയും ബിയും അവരുടെ ആക്ഷൻ ഫുൾഫിൽ ചെയ്തു, അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതൊരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റാണ്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റാണ്. ദെൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസിൻ്റെയും ചില പെർഫോമൻസ് അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്, പപ്പാതി ചെയ്ത് വെക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബീൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? നീ എൻ്റെ വീട് പെയിൻ്റ് അടിച്ച് തരണം, നിനക്ക് ഞാനൊരു 10,000 റുപ്പീസ് തരാമെന്ന് പറഞ്ഞു. എ വീടിൻ്റെ ഇൻസൈഡ് ഇൻറ്റീരിയേഴ്സ് എല്ലാം പെയിൻറ്റ് ചെയ്തു, ഇൻസൈഡ് ദ ഹൗസ്. ഔട്ട്സൈഡ് ഒന്നും ചെയ്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 10,000-ന് 5,000 ആണ് ബി കൊടുത്തുള്ളൂ. അപ്പോൾ എയും പകുതി പെർഫോം ചെയ്തു, ബിയും പകുതി പെർഫോം ചെയ്തു. ഇനി രണ്ട് കൂട്ടർക്കും പപ്പാതി ചെയ്യാനുണ്ട്. സോ ദാറ്റ് ഈസ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഈ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിന് വേറൊരെണ്ണം പറയുന്നുണ്ട്, യൂണിലാറ്ററൽ ഒരു വൺ സൈഡഡ് കോൺട്രാക്ട് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട്. വൺ സൈഡഡ് കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കൂലി, ബി പെർമിറ്റ്സ് എ കൂലി ടു ക്യാരി ലഗേജ് and put it on a carriage. A contract comes into existence as soon as luggage is put in the carriage. Now B has to fulfill his obligation, pay reasonable charges to coolie. ഒരാൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ചെയ്യാൻ മറ്റാൾ തയ്യാറാവേണ്ടതാണ്. ഓക്കെ, യൂണിലാറ്ററൽ പറഞ്ഞാൽ വൺ സൈഡഡ് കോൺട്രാക്റ്റ്. ഒരു പാർട്ടി അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ടൈമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് എക്സിസ്റ്റൻസ് വരും. സോ ഓൺലി ഒബ്ലിഗേഷൻ ഓഫ് അതർ പാർട്ടി വിച്ച് റിമെയിൻസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട്. അപ്പോൾ മറ്റാൾക്ക് അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഇയാൾ എയുടെ ലഗേജ് ബി പെർമിറ്റ് ചെയ്യാണ് കൂലി ഏനെ ലഗേജ് എടുത്തിട്ട് ക്യാരേജിൽ വെക്കാൻ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്താൽ എക്ക് അതിന് അർഹതപ്പെട്ട കാശ് കൊടുത്തിരിക്കണം. ഓക്കെ, ബൈലാറ്ററൽ കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് ദ പാർട്ടീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് ദി ഫോർമേഷൻ. കോൺട്രാക്റ്റ് തുടങ്ങുന്ന ടൈമിൽ രണ്ടുപേരും എന്ത് ചെയ്യാണ്? ഒന്നും പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. രണ്ടുപേർക്കും പിന്നീട് പെർഫോം ചെയ്യണം. കാരണം എ പ്രോമിസിയാണ് അദ്ദേഹത്തിൻ്റെ ബജാജ് സ്കൂട്ടർ ബിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന്. അത് ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ അത് ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? തിരിച്ച് അതിനുള്ള ക്യാഷും കൊടുക്കണം. ബി എന്ത് പറഞ്ഞു? ഒരു മാസം കഴിഞ്ഞിട്ട് സ്കൂട്ടർ കിട്ടുമ്പോൾ എക്ക് ആ സ്കൂട്ടറിനുള്ള ക്യാഷ് കൊടുക്കാമെന്ന്. അപ്പോൾ 1 മന്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? ആ കോൺട്രാക്റ്റിലേക്കുള്ള കറക്റ്റായിട്ട് ഒബ്ലിഗേഷൻ രണ്ട് പാർട്ടീസും ഫുൾഫിൽ ചെയ്യുള്ളൂ. സോ രണ്ട് പാർട്ടീസിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. വൺ സൈഡഡ് കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പെർഫോമൻസ് കഴിഞ്ഞ് മറ്റൊരാളുടെ പെർഫോമൻസ്